കേരളത്തിലെ പോലീസ് സേനയ്ക്കകത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ 2 സസ്പെൻഷനും ഒരു ഡിസ്മിസലിൻ്റെയും വാർത്ത വന്നിരുന്നു. 3 വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള സംഗതികളായിരുന്നു. ഈ 2 സസ്പെൻഷനുകൾ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു. ഒന്ന്, കഴിഞ്ഞ ആഴ്ച ജയിൽ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. രണ്ടാമത്തേത് KG പ്രതാപചന്ദ്രൻ. അദ്ദേഹം അരൂർ സ്റ്റേഷനിൽ നിലവിലെ CI ആണ്. മുൻപ് എറണാകുളം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തേത് സിവിൽ പോലീസ് ഓഫീസറായിരുന്ന ഉമേഷ് എന്ന് പറയുന്നത് ഉമേഷ് വള്ളിക്കുന്നിനെ പോലീസ് സേനയ്ക്കകത്തെ ഇഷ്യൂസ് പുറത്ത് കൊണ്ടുവരുന്നതിൽ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ അച്ചടക്ക നടപടി ആരോപിച്ചാണ് പോലീസ് സേനയിൽ നിന്ന് തന്നെ നേരത്തെ സസ്പെൻഷനുകളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒടുവിൽ ഇപ്പോൾ ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവും വന്നിട്ടുള്ളത്. ഈ വിനോദ് കുമാറിൻ്റെ MK വിനോദ് കുമാർ DGP ആയിരുന്ന വിനോദ് കുമാറിൻ്റെ സസ്പെൻഷനിലേക്ക് നയിച്ച കാരണം അതൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. അഴിമതിയാണ് ആരോപണം, വളരെ കൃത്യമായിട്ടുള്ള അഴിമതി ആരോപണം. TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം കൈക്കൂലിയായിട്ട് വാങ്ങി ബന്ധുക്കളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ, അതും ഡയറക്റ്റ് മറയൊന്നുമില്ലാതെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് ഒരു കേസ്. അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദന കേസ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള അഴിമതി കേസ് ഒരു ജയിൽ DGP തന്നെ നേരിടുന്ന ഒരു സാഹചര്യം എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണമാണെന്ന് നോക്കണം. രണ്ടാമത്തേത് CI പ്രതാപചന്ദ്രൻ. അദ്ദേഹത്തെ പോലീസ് സേനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് വളരെ ക്രൂരമായിട്ടുള്ള നടപടികളുടെ പേരിലാണ്. അതൊരു CCTV ദൃശ്യം കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു. നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് അടിയേറ്റ ആൾക്ക്, അവരുടെ പേര് ഷൈമോൾ ബെഞ്ചോ ബേബി എന്ന് പറയുന്ന ദമ്പതികളാണ്. ഈ ബെഞ്ചോ ബേബിയെ പോലീസ് അകാരണമായിട്ട് പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ചപ്പോൾ അത് ചോദിക്കാൻ ചെന്ന കൈക്കുഞ്ഞുങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നതായിരുന്നു ഷൈമോൾ. അവരെ മാറിൽ പിടിച്ച് തള്ളുകയും അതിനുശേഷം അവർ വരുമ്പോൾ അവരുടെ മുഖത്ത് അതിഭീകരമായിട്ട് അടിക്കുകയും ചെയ്ത ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് പുറത്തേക്ക് വന്നത്. പക്ഷേ ആ CCTV ദൃശ്യം കിട്ടാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ നിയമ പോരാട്ടം വളരെ വലുതാണ്. ഇതിനു മുൻപ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ സുജിത്ത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകന് കൂടെ ഉണ്ടായിരുന്ന ആളുകളെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇതിൽ CCTV ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പൗരന്മാരുടെ അവകാശമാണ്. യഥാർത്ഥത്തിൽ 2020 സുപ്രീം കോടതി CCTV ദൃശ്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കണമെന്നും എല്ലാ ഇന്ത്യയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും CCTVകൾ സ്ഥാപിക്കണമെന്നും പറഞ്ഞിട്ടുള്ള ഉത്തരവ് ഉണ്ടാക്കുന്നത്. അത് പക്ഷേ പൂർണ്ണമായിട്ട് കേരളത്തിലോ ഇന്ത്യയിലോ ഒരു സ്ഥലത്തും അതിൻ്റെ ഒരു പൂർണ്ണമായ രീതിയിൽ നടപ്പിലാക്കിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലെ ലോക്കപ്പ് മുറികൾ തൊട്ടിട്ട് കോടതി വളപ്പ് മുഴുവനും CCTVയുടെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമീകരണം വേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സൗണ്ടും ഇതെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദൃശ്യങ്ങളും പൂർണ്ണമായിട്ടും റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 18 മാസം അത് സൂക്ഷിക്കണമെന്നും വിവരാവകാശ നിയമപ്രകാരം 1 മാസത്തിനകം ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കണമെന്നും പറയുന്നു. അത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല 2-3 വർഷമൊക്കെ ഹൈക്കോടതിയിൽ നിയമപോരാട്ടം ഈ ഇവർ 2 കേസിലും സുജിത്തിന്റെ കേസിൽ 2 വർഷം നിയമപോരാട്ടം നടത്തേണ്ടി വന്നു. ഷൈമോളുടെ കേസിൽ 1 വർഷത്തെ എന്നിട്ട് കോടതി ഇടപെട്ടിട്ടാണ് ഇവർക്ക് CCTV ദൃശ്യങ്ങൾ കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വലപ്പാട്ടിലും ചേർപ്പിലും KR റിജിത്ത്, അൻവർ മജീദ് ഇങ്ങനെ 2 പേര് CCTV ദൃശ്യങ്ങൾ അവർക്ക് നേരിട്ട മർദ്ദനത്തിനെ കുറിച്ചിട്ട് പുറത്തു പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് അത് കോടതിയിലേക്ക് പോയി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ഇഷ്യൂസ് ഇവിടെ നിൽക്കുമ്പോൾ അത് പോലീസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇതും ഈ കേസുകൾ പുറത്തു വന്നതുകൊണ്ടാണ് ജനങ്ങളിത് അറിയുന്നത്. അങ്ങനെ അറിയപ്പെടാത്ത ദൃശ്യങ്ങൾ പകർത്തപ്പെടാത്ത എത്രയോ കേസുകൾ, ആളുകൾ കേസിന് പോവാത്ത എത്രയോ കേസുകളുണ്ടാവും. ഒരു ജയിലിലെ ഒരു കേസും കൂടെ ഇതിനോട് അനുബന്ധിച്ച് റെഫർ ചെയ്തിട്ട് പോകാൻ തോന്നുന്നു. വിയൂർ സെൻട്രൽ ജയിലിൽ ഈ കഴിഞ്ഞ ദിവസം അവിടുത്തെ തടവുകാരെ അവിടുത്തെ ജയിലർമാർ മർദ്ദിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി ആവശ്യപ്പെട്ട സമയത്ത് പോലീസിൻ്റെ മറുപടി ഹൈ സെക്യൂരിറ്റി ജയിലിലാണ് കിടക്കുന്ന പ്രതികളെ പോലീസ് ഉദ്യോഗസ്ഥർ ജയിലധികൃതർ മർദ്ദിച്ചു എന്നാണ് കേസ്. പക്ഷേ അത് ചോദിച്ച സമയത്ത് അവിടുത്തെ CCTV വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു കിട്ടിയ മറുപടി. എത്രത്തോളം നിരുത്തരവാദപരമാണ് അത്തരം രീതികളെന്നാണ്. മൂന്നാമത്തെ കേസ് സീനിയർ CPO
ഉമേഷിനെതിരായിട്ടുള്ളതാണ്. അതും ഈ പറഞ്ഞതുപോലെ ഒരു 2004 മുതൽ ഉള്ള ഒരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് സസ്പെൻഷനിലേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം ഒരുപാട് വിഷയങ്ങൾ ഉമേഷ് ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തിട്ടു, അങ്ങനെ തന്നെ പറയാം, എടുത്തിടുകയായിരുന്നു ചെയ്തിരുന്നത്. അത് ഉള്ളിൽ അദ്ദേഹം ഒരുപാട് പോലീസുമായിട്ട് റിലേറ്റ് ചെയ്ത് പോലീസിന്റെ പെരുമാറ്റത്തെ പറ്റി, പോലീസ് ജനങ്ങളോട് പെരുമാറുന്നതിനെ പറ്റി, ഒപ്പം പോലീസ് സേനയ്ക്ക് അകത്ത് നടത്തേണ്ട നവീകരണങ്ങളെ പറ്റി, ഉദ്യോഗസ്ഥരുടെ പറ്റി, ഹെൽമെറ്റ്, ഇതിനെ നല്ല പ്രോപ്പറായിട്ടുള്ളൊരു ഹെൽമെറ്റ് വേണം എന്നുള്ള വിഷയം, ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഒരു സ്വകാര്യ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, സദാചാര പോലീസിങ്, ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ട് പോലീസിന്റെ സദാചാര പോലീസിങ് ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ വിഷയങ്ങളുടെ പുറത്താണ് നിരന്തരമായി അത് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് ബിഹേവിയറൽ അൺഫിറ്റ് എന്നാണ്, പെരുമാറ്റ ദൂഷ്യം എന്ന് ആരോപിച്ചിട്ടാണ് ഡിസ്മിസ് ചെയ്തേക്കുന്നത്. ഈ 3 കേസുകളും 3 തരത്തിൽ പൊതുജനങ്ങളുടെയും പോലീസ് സേനയ്ക്കകത്തെയും മനുഷ്യാന്തസ്സിനെ കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ഇത് ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം പോലീസ് മനുഷ്യരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതാണ്. അത് കാലാകാലങ്ങളായിട്ട് കേരള പോലീസും ഇന്ത്യൻ പോലീസും ഒക്കെ ജനങ്ങൾക്ക് എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു ഇടമാണ് പോലീസ് സ്റ്റേഷൻ എന്ന തോന്നലിലല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സ്ഥാപനം ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് കയറി ചെല്ലാവുന്ന അത്രയും ഇടമായിട്ട് പോലീസ് മാറണം എന്നുള്ളതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതെങ്കിലും ബ്രിട്ടീഷ് കാലങ്ങൾ തൊട്ട് തന്നെ നിലനിൽക്കുന്ന ഒരുപാട് ഒരു മർദ്ദനോപാധി, പോലീസിനെ പറ്റി പറയുന്ന ഒരു സംഗതി അതാണല്ലോ, ഭരണകൂടത്തിന്റെ മർദ്ദനോപാധിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ 2025 പോലീസ് പെരുമാറുന്നത് എന്നുള്ളതാണ് വിഷയം. അതിന് പോലീസ് ആ കാലത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ തന്നെയാണ് ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ക്രമസമാധാന പാലനവും അത് കുറ്റാന്വേഷണവും 2ആക്കി മാറ്റണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഒരുപാട് പോലീസ് നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടെങ്കിലും അതുപോലും പാലിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പോലീസിൻ്റെ സ്റ്റാഫ് സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടുള്ള സംഗതി, പോലീസിനകത്തെ സമ്മർദ്ദം, അങ്ങനെ ഈ 2 സസ്പെൻഷനും ഒരു ഡിസ്മിസലും കേരള സമൂഹത്തിൻ്റെ മുന്നിൽ എന്താണ് പോലീസ് സംവിധാനം, ഏത് തരത്തിലാണ് നവീകരിക്കപ്പെടേണ്ടതെന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ മാനവ വികസന സൂചികയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് ആരോഗ്യവ്യവസ്ഥയിൽ, സാക്ഷരതയുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, അതൊക്കെ നമ്മൾ വളരെ നേട്ടങ്ങൾ, കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ ആഗോളതലത്തിൽ തന്നെ എണ്ണപ്പെടുന്നതാണ്. പക്ഷേ ഈ പോലീസിങ്ങിലേക്ക് വരുമ്പോൾ, പോലീസിങ്ങിലെ മനുഷ്യാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും പോലീസിങ്ങിലെ അതിക്രമങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ മാനവ വികസന സൂചികളൊന്നും ബാധകമല്ലാത്ത തരം ഒരു ക്രിമിനൽ സ്റ്റേറ്റ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ 16-17 കസ്റ്റഡി മരണങ്ങളുണ്ടായി. അതായത് അതിന്റെ അർത്ഥം ശരാശരി 2 കസ്റ്റഡി മരണം ഒരു വർഷം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ ഈ CCTV ദൃശ്യങ്ങൾ കൊടുക്കുന്നതിനെ കാര്യം പറഞ്ഞല്ലോ, നിയമ പോരാട്ടം നടത്തിയിട്ടാണ് നേടിയെടുക്കുന്നതെന്ന്. അതേപോലെ തന്നെ ഈ സമീപകാല, അതായത് ഈ ബേസിക് ആയിട്ടുള്ള പൗരരുടെ, അതായത് തടവുകാരുടെയും ക്രൂരതയ്ക്ക് ഇരയാകുന്ന മനുഷ്യരുടെയും ബേസിക് ആയിട്ടുള്ള മനുഷ്യാവകാശങ്ങളെ പോലും നിഷേധിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. CCTV ദൃശ്യങ്ങൾ കൊടുക്കാതിരിക്കുന്ന കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ സമീപകാലത്ത് മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആയിരുന്ന പ്രമുഖ അഡ്വക്കേറ്റുമാണ് T ആസിഫ് അലി ആഭ്യന്തര വകുപ്പിനോട് 2016 മുതൽ കേരളത്തിലെ ജയിലുകളിൽ നടന്നിട്ടുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾ, എത്ര കസ്റ്റഡി മരണങ്ങളുണ്ടായി, എത്ര കസ്റ്റഡി മരണങ്ങളുണ്ടായി, അതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് ഉള്ള വിവരം തേടി വിവരാവകാശ കമ്മീഷന് അപേക്ഷ കൊടുത്തു. അപ്പൊ അതിനുള്ള മറുപടിയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ വിവരാവകാശ കമ്മീഷന്റെ പരിധിയിൽ വരില്ല, അതുകൊണ്ട് അത് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. അത് പക്ഷേ ഈ കസ്റ്റഡി മർദ്ദനവും കസ്റ്റഡി മരണവും ഒക്കെ ജീവിച്ചിരിക്കാനുള്ള ഒരു പൗരന്റെ ഭരണഘടനാപരമായ അവകാശമായിട്ട് ബന്ധപ്പെട്ടതാണ്, മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ടാണ്. മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരം ഒരു ഭരണകൂടം മറച്ചു വയ്ക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ അത്രയും വളരെ പ്രാഥമികമായിട്ടുള്ള തലത്തിൽ പോലും മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വകുപ്പാണ് ജയിൽ വകുപ്പ് എന്ന് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കണക്ക് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഇതുപോലുള്ള പോലീസ് അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതായത് 9 വർഷത്തിനിടെ 144 പോലീസുകാരെയാണ് പലവിധ ആരോപണങ്ങളുടെയും അന്വേഷണങ്ങളുടെയും പേരിൽ പിരിച്ചുവിട്ടിരിക്കുന്നത്. മാത്രമല്ല പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിക്ക്, അതായത് സാധാരണ ജനങ്ങൾക്ക്
പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പരാതി കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ്. പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്ക് കിട്ടിയിട്ടുള്ള പരാതികളുടെ ഒരു കണക്കും അദ്ദേഹം അവതരിപ്പിച്ചു. അത് 2012 പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി കേരളത്തിൽ രൂപീകൃതമാകുന്നത്. അന്ന് മുതൽ ഇതുവരെ 2025 വരെ 5218 പരാതികളാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 5152 തീർപ്പാക്കി. 2017 ഏറ്റവും കൂടുതൽ പരാതികൾ അതോറിറ്റിക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് 808 പരാതികൾ. 2024 ഏറ്റവും കുറവ് 94. 2025 ഇതുവരെ സെപ്റ്റംബർ വരെ 45 പരാതികൾ. അപ്പൊ ഈ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്ക് കിട്ടുന്ന പരാതികളുടെ എണ്ണം കുറഞ്ഞു വരും, വളരെ ഇടിഞ്ഞു വരികയാണെന്ന് പറയാം. അപ്പൊ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അതിനോട് ഈ കണക്കുകൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, പോലീസിനെതിരെ പരാതി നൽകേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ എണ്ണം കുറയുന്നത്. പക്ഷെ അത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാകും. അതായത് എണ്ണത്തിലെ കുറവ് പരാതികളുടെ കുറവായിട്ട് കാണാൻ കഴിയില്ല. അതായത് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം കേരളത്തില് ഒരു നോക്കുകുത്തി സംവിധാനമാണ്. ഒട്ടും കാര്യക്ഷമല്ലാതെ, അതായത് ഇപ്പൊ ജില്ലാ തലത്തിലുണ്ട് സംവിധാനങ്ങളുണ്ട്, സ്റ്റേറ്റ് ലെവലിലുണ്ട്. അതായത് DYSP വരെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് ജില്ലാ തലത്തില്, SP മുതലുള്ളവർക്ക് സംസ്ഥാന തലത്തില്. അതിന്റെ ഉദ്യോഗസ്ഥ കോമ്പോസിഷനൊക്കെ വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയപ്പെടുന്നു. റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് സംസ്ഥാന തലത്തിൽ അതോറിറ്റിയുടെ അധ്യക്ഷൻ, ജില്ലാ തലത്തിലാണെങ്കിൽ റിട്ടയേർഡ് ജില്ലാ ജഡ്ജി. പക്ഷേ ഈ സംവിധാനം പല ജില്ലകളിലും സംവിധാനം കാര്യക്ഷമല്ല എന്ന് മാത്രമല്ല, സ്വതന്ത്രമായിട്ട് ഈ കിട്ടുന്ന പരാതികളിൽ സ്വതന്ത്രമായിട്ട് നടപടിയെടുക്കാനുള്ള ഒരു തരം അധികാരവും ഇല്ലാത്ത ബോഡിയാണിത്. അതായത് പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് പരിശോധിച്ച് അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യാൻ മാത്രമേ ഈ അതോറിറ്റിക്ക് കഴിയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ പ്രാഥമിക തലത്തിൽ അന്വേഷണം നടത്തുകയോ FIR ഇടണമെന്ന് പോലീസിനോട് നിർദ്ദേശിക്കാനോ ഉള്ള അധികാരമൊന്നും ഈ കംപ്ലയിൻസ് അതോറിറ്റിക്ക് ഇല്ല. മാത്രമല്ല സ്വന്തം ശുപാർശകള് എത്ര നടപ്പാക്കുന്നു എന്ന് പോലും പരിശോധിക്കാനുള്ള ഒരു സംവിധാനം അതോറിറ്റി, അതായത് വെറും ഒരു പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കടലാസ് ഒരു സംവിധാനമാണിത്. അതിനെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി നിയമസഭയിൽ പോലീസിനെതിരെ പരാതി കൊടുക്കാനുള്ള സംവിധാനം, ഒരു സാഹചര്യം കേരളത്തിലില്ല എന്ന് പറയുന്നത്. മാത്രമല്ല പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്ത കേസുകളിൽ വളരെ നാമമാത്രമായുള്ള ഇതിൽ മാത്രമേ നിർദ്ദേശങ്ങൾ മാത്രമേ ആക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഫലം എന്താണ്? ആക്ഷൻ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, പരാതിക്കാർക്കെതിരെ പിന്നീട് ഈ ഭാഗത്തുനിന്ന്, അത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പിന്നീട് പ്രതികാര നടപടി ഉണ്ടാവുക. അതുകൊണ്ടാണ് ആ പ്രതികാര നടപടി ഉണ്ടാകുന്നുള്ള ഭയം കൊണ്ടും ഈ സംവിധാനം തന്നെ ഒരു നോക്കുകുത്തിയായത് കൊണ്ടാണ് പരാതി ഇല്ലാതിരിക്കുന്നത്. മറ്റൊരു സംവിധാനം, പോലീസ് സേനയിലെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം കൂടി കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് സംസ്ഥാന സെക്യൂരിറ്റി കമ്മീഷനാണ്. ആഭ്യന്തരമന്ത്രിയാണ് ചെയർമാൻ, പ്രതിപക്ഷ നേതാവുണ്ട്, DGP ഉണ്ട്, അതുപോലെ ചീഫ് സെക്രട്ടറി ഒക്കെയുള്ള മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സംവിധാനമാണ്. അതായത് 2006 പ്രകാശ് സിംഗ് എന്നുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സെക്യൂരിറ്റി കമ്മീഷൻ നിലവിൽ വരുന്നത്. അതിന്റെ പോലീസിന്റെ ഈ പറഞ്ഞ നിയമനിഷേധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഓരോ വർഷവും 6 മാസം സിറ്റിംഗ് നടത്തിയിട്ട് ഓരോ വർഷവും നടപടികൾ അവലോകനം ചെയ്യുക, നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, പിന്നെ പോലീസ് നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള അതായത് ഭരണതലത്തിൽ തന്നെ ബേസിക് ആയിട്ടുള്ള മാറ്റത്തിന് ഉതകുന്ന പോലീസ് നയത്തിലും പോലീസിന്റെ പ്രവർത്തനങ്ങളിലുള്ള ഇവാലുവേഷനിലൊക്കെ അടക്കം നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാവുന്ന ബോഡിയാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് അവസാനമായിട്ട്, അതായത് 6 മാസം സിറ്റിംഗ് നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള ഈ കമ്മീഷൻ, സെക്യൂരിറ്റി കമ്മീഷൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് അവസാനമായിട്ട് യോഗം ചേർന്നത്. കാരണം 9 വർഷമായിട്ട് യോഗം നടന്നിട്ടില്ല. അതായത് കേരളത്തില് ഈ പോലീസ് സംവിധാനത്തിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെയും അതിക്രമങ്ങളെയും കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഭരണകൂട സംവിധാനം ആണ് ഈ രണ്ടെണ്ണം, കംപ്ലയിൻസ് അതോറിറ്റിയും സെക്യൂരിറ്റി കമ്മീഷനും. ഈ 2 സംവിധാനങ്ങളോടുള്ള അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല, അത് ഭരണകൂടത്തിന്റെ നയപരമായിട്ടുള്ളൊരു അലംഭാവം, കുറ്റകരമായ അലംഭാവം പ്രകടമാക്കുന്ന 2 സംവിധാനങ്ങൾ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ക്രൂരതകളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഒക്കെ ഒരു സിസ്റ്റമിക്കായി തന്നെ, അതായത് സംവിധാനപരമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനുള്ള കാരണമായിട്ട് ഈ സംവിധാനങ്ങളോടുള്ള ഭരണകൂടത്തിന്റെ കുറ്റകരമായ അനാസ്ഥയെ നമുക്ക് കാണാനാകും.
ഇതേ സമയത്ത് തന്നെ നമ്മൾ പോലീസുകാർ അനുഭവിക്കുന്ന സമ്മർദ്ദം, അവരനുഭവിക്കുന്ന പ്രതിസന്ധി, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതുകൂടി സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ അടുത്ത് പുറത്തു വന്ന ഷാഹി കബീർ സംവിധാനം ചെയ്ത റോന്ത് എന്നൊരു സിനിമ അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് റോഷനും ദിലീഷ് പോത്തനുമാണ് അതിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. റോഷൻ വളരെ യുവാവായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. ആ സിനിമയുടെ അവസാനം അയാൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ കഴിഞ്ഞ ഒരു 5 വർഷം 2019 മുതൽ 2024 വരെയുള്ള ഒരു കണക്ക് പ്രകാരം 81 പോലീസുകാരാണ് പോലീസ് സേനയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. 15 പേർ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും പറയുന്നു. അതായത് ഇത് മുഴുവൻ ഇതെല്ലാം ജോലിഭാരം കൊണ്ടാണ്, സമ്മർദ്ദം കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇത് വലിയ കണക്കാണ്. അതായത് 81 പേരെന്ന് പറയുമ്പോൾ 15 പേരാണ് ഒരു വർഷം പോലീസ് സേനയിൽ ആത്മഹത്യ ചെയ്യുന്നത്. അത് ഗൗരവമുള്ള കണക്കാണ്. പക്ഷെ അവരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ, അവരുടെ ജോലിഭാരം കുറയ്ക്കാൻ എന്ത് തരത്തിലുള്ള നവീകരണങ്ങളാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതും, അതായത് ഈ ഒരു കണക്കിനെ തട്ടിച്ചു നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു പരിഷ്കാരങ്ങളും വന്നിട്ടില്ല എന്ന് പറയാം. ഇപ്പം സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ ചെയ്യാം എന്നൊക്കെയുള്ള ഉപദേശങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഈ യോഗ മറ്റൊരു തരത്തിൽ ഇവർക്ക് സമ്മർദ്ദമായി മാറുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ പോലീസുകാരുടെ സ്വയം വിരമിക്കലിന്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഇതേ കാലയളവ്, അതായത് 2019 മുതൽ 2024 വരെയുള്ള 5 വർഷത്തിനിടയിൽ 175 പേരാണ് സ്വയം വിരമിച്ചത്. 2023 സർവകാല റെക്കോർഡാണ് കേരളത്തിലെ പോലീസുകാർ സ്വയം വിരമിച്ചത്, ഒരു ഒറ്റ വർഷത്തെ കണക്ക്. അതായത് അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ പോലീസുകാർ സ്വയം വിരമിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് പരമാവധി ഈ വിരമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടില്ല, അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വിരമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അത് അനുമതി കൊടുക്കാതിരിക്കാതെ നീട്ടിവെക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ ക്രിയാത്മകമായിട്ട് ഇത്തരം പ്രശ്നങ്ങളെ കാണുകയോ പരിഹരിക്കാനോ യാതൊരു നടപടിയും യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നില്ല. പിന്നെ പോലീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊളോണിയൽ ഒരു ഹാങ് ഓവറിൽ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ഇത്രയും കീഴുദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരും നമ്മൾ ഇത്രത്തോളം വിധേയത്വത്തോടു കൂടി ജോലി ചെയ്യുന്ന മറ്റ് ഏതെങ്കിലും ഇടങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല ശരിക്കും. അതായത് ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് ഒരു ഫോണിൽ സംസാരിക്കുമ്പോൾ നമുക്കറിയാം എത്ര തവണ അയാൾ ഓരോ വാക്കിലും സാർ എന്ന് പറഞ്ഞിട്ടാണ് അവര്. അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു കൊളോണിയൽ സംവിധാനത്തിനൊന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ള യാതൊരു പരിഷ്കാരങ്ങളും അതിപ്പോ ഈ 5-10 വർഷം കൊണ്ട് മാത്രമല്ല, ഇത്രയും വർഷമുള്ള ഒരു നവീകരണം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതിനോട് ചേർത്ത് ഈ പോലീസുകാരുടെ സമ്മർദ്ദം പറയുമ്പോഴേ ഏതാണ്ട് 50,000 പേരുണ്ടെന്നാണ് പറയുന്നത്. അതിൽ പോലീസ് സ്റ്റേഷനുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ പറയുന്ന പോലെ 20,000-ന് അടുത്തേ വരുന്നുള്ളൂ. ഈ ജോലി സമ്മർദ്ദത്തിന്റെ ഒരു വലിയ കാരണം പോലീസ് സേനയ്ക്കകത്ത് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിക്കുന്ന പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ്. ഉമേഷ് തന്നെ ഒരുപാട് തവണ പുറത്ത് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ, ഈ 7-8 40 ഒരു ശരാശരി ഒരു പോലീസ് സ്റ്റേഷനിൽ 40 പേര് എണ്ണം ഉണ്ടാവണം എന്നാണ്. പക്ഷെ ഇവരെല്ലാം ഇതിൽ 10-22 പേര് വെച്ച് ബാക്കി എല്ലാവരും പല രീതിയിൽ മറ്റ് സംവിധാനങ്ങളുമായിട്ട് അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അകത്ത് ഉള്ള ആളുകൾ തന്നെ വേണം ഇത് ഈ കുറ്റാന്വേഷണം നടത്താനും പോലീസ് സ്റ്റേഷനിൽ ദിനേന വരുന്ന ആളുകളുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനൊക്കെ. അപ്പോൾ ഈ ജോലി സമ്മർദ്ദത്തിന്റെ ഒരു കാരണം എണ്ണക്കുറവ് എന്നുള്ളതാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പോലീസ് സംവിധാനം ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ നയപരമായിട്ടുള്ള ഒരു സംഗതി, ഇപ്പം നമ്മൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലം എന്ന് പറയുമ്പോൾ മറ്റ് സർക്കാരുകളുടെ കാലം പോലെയല്ല. നമ്മളൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിലുള്ള ഒരു സമീപനം നയപരമായിട്ട് തന്നെ പ്രതീക്ഷിക്കും. ഇപ്പോൾ കരുണാകരൻ സർക്കാരിൻ്റെ കാലത്തെ അടിയന്തരാവസ്ഥ കാലത്തെ പോലീസിനെയാണ് നമ്മളെല്ലാ കാലത്തും ഒരു ഉദാഹരണമായിട്ട്, പോലീസ് ഭീകരതയുടെ ഉദാഹരണമായിട്ട് പറയുന്നത് ആ കാലത്തെ പോലീസിനെയാണ്. നമുക്കറിയാം അതിനുശേഷം വന്നിട്ടുള്ള എങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വവും പോലീസ് സംവിധാനവും ഓരോ ഭരണകൂടം മാറി വരുന്ന സമയത്തും അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയും അല്ലാതെയും പോലീസിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വലിയ ഉദാഹരണമാണ് കരുണാകരൻ പോലീസിൻ്റെ ആഭ്യന്തര മന്ത്രിയായിരുന്ന സമയത്തുള്ള മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും എങ്ങനെയാണ് പോലീസ് സംവിധാനത്തിനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചെന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകളുണ്ട്. രമൺ ശ്രീവാസ്തവയെ പോലുള്ള ആളുകൾ, ബെഹ്റയെ പോലുള്ള ആളുകളൊക്കെ നമ്മൾ കുറ്റാരോപിതരായിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രാഷ്ട്രീയവും ഇതും തമ്മിലുള്ള നെക്സസ് വർക്ക് ചെയ്യുന്നതിന് കാണിക്കാൻ വേണ്ടിയുള്ള ഉദാഹരണങ്ങളായിട്ട് പറയാറുള്ളതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? അവര് തന്നെയാണ്, അതേ സംവിധാനം തന്നെ. ഈ 2 പേരും പിന്നീട് റിട്ടയർ ചെയ്തതിന് ശേഷവും ഇതിൻ്റെ ഉപദേശകരായിട്ട് രമൺ ശ്രീവാസ്തവ തിരിച്ചു വരുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നും. എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിന് ചരിത്രത്തെ മറന്നുകൊണ്ട് പോലീസ് സംവിധാനത്തിൽ ഇത്തരം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ADGP MR അജിത് കുമാറിന്റെ വിഷയം കുറച്ചു കാലം മുന്നേ വളരെ
വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വിഷയം. എങ്ങനെയാണ് RSSുമായിട്ട് ഈ രാഷ്ട്രീയ ബാന്ധവത്തിന്റെ കാര്യം പറയുമ്പോൾ അത് പറയാതെ പോകാൻ പറ്റില്ല. എങ്ങനെയാണ് RSS BJP നേതൃത്വവുമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചർച്ച നടത്താൻ വേണ്ടി പോകും? എന്താണ് ചർച്ച നടത്തിയതെന്ന് നമുക്കറിയില്ല. അത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഉത്തരം മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അതുമാത്രമല്ല, DGPമാരായിരുന്ന R. ശ്രീലേഖ, ജേക്കബ് തോമസ്, TP സെൻകുമാർ അവരൊക്കെ എത്തിപ്പെട്ടത് സംഘപരിവാർ പാളയത്തിലാണ് എന്നുള്ളത് കേരള സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നൊരു വസ്തുതയും കൂടിയിട്ടാണ്. ഈ മുഖ്യമന്ത്രി ഭരണം ഏറ്റെടുത്ത കാലം മുതൽ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ പോലീസിനെ സ്വതന്ത്രമായിട്ട് വിടുക എന്നുള്ള. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും അതൊരു നല്ല കാര്യമാണെന്ന്. പക്ഷെ അതൊട്ടും ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനമല്ല, മാത്രമല്ല ഒരു അരാഷ്ട്രീയ സമീപനം കൂടിയേട്ടാ. പല കാരണങ്ങളുണ്ട് അതിന്. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ലോക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് അവിടുത്തെ ജനപ്രതിനിധികളുടെ ഒപ്പം പോലീസ് സ്റ്റേഷനിൽ പോവുക എന്നുള്ളതൊരു സുരക്ഷിതത്വത്തിൻ്റെ ഭാഗവും ആക്സസിബിളും ആയിരുന്നു. പോലീസ് സ്റ്റേഷനുകൾ അവരെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂവിന് പോവുക. ആ സംവിധാനമാണ് തകർക്കപ്പെട്ടത് എന്നുള്ളതാണ്. ആ താഴെത്തട്ടിലുള്ള ആ ജനാധിപത്യ സംവിധാനമാണ് സത്യത്തിൽ ഈ നയപരമായിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ട് തകർക്കപ്പെട്ടത്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും പോലീസ് സ്റ്റേഷൻ ആക്സസിബിൾ അല്ലാതായി. അപ്പം എന്ത് സംഭവിച്ചു? ജനങ്ങൾ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക എന്നുള്ളത് ഒരു തട്ടിൽ താഴെയുള്ള ആളുകൾക്ക് അത് ഇമ്പോസിബിളായി മാറുക ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വേറൊരു ഇംപ്ലിക്കേഷനും കൂടെ ഉണ്ട്. അങ്ങനെ പോവാതായപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ CPMൻ്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെയും ഒക്കെ പ്രത്യക്ഷത്തിൽ അവർക്ക് പോകാൻ പറ്റില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ കക്ഷികൾക്ക് പോലും ആക്സസിബിൾ അല്ലാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കോൺഗ്രസിലെ അല്ലെങ്കിൽ UDFലെ നേതാക്കൾക്ക് ആക്സസിബിൾ അല്ലാതിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് BJPയുടെയും RSSൻ്റെയും നേതാക്കൾക്ക് ഈ പോലീസ് സ്റ്റേഷനുകളിൽ പോയാൽ കാര്യങ്ങൾ നടക്കുന്നൊരു പ്രശ്നവും കൂടെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു BJP നേതാവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം ഞെട്ടിപ്പിക്കുന്നതാണ്. അവരുടെ പ്രഖ്യാപിത നയത്തിൻ്റെ ഭാഗമാണ് താഴെത്തട്ടിലുള്ള ആളുകളുമായിട്ട് ഒരു പ്രാദേശിക നേതാവ് ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കണമെന്ന്. അത് അവർ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആക്സസിബിൾ ആണ്, അവരുടെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക്, ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ നേതാക്കൾക്ക് പോലും പോലീസ് സ്റ്റേഷനുകൾ ആക്സസിബിൾ അല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നയപരമായ ഇടതുപക്ഷ ഭരണത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം കൂടെ. ഒന്ന് UAPAയോടുള്ള സമീപനമാണ്. ഈ സർക്കാർ വന്നതിന് ശേഷമാണ് 8 പേരെ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകം നടത്തിയിട്ടുള്ള കേരളത്തിൽ നടത്തിയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 8 മാവോയിസ്റ്റുകളെയാണ് ഈ സർക്കാർ വെടിവെച്ച് കൊന്നിട്ടുള്ളത്. നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യാഥാർത്ഥ്യമായിട്ട് പലപ്പോഴും കണ്ടിരുന്നത് കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു. നമുക്ക് ഇത്തരം ഈ എക്സ്ട്രീം ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള ഒരു ഇടതുപക്ഷ കക്ഷിയുടെ തന്നെ സമീപനത്തിൽ വലിയ അങ്കലാപ്പുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. UAPA കരിനിയമമാണെന്ന് CPM ദേശീയ തലത്തിൽ നിലപാടെടുക്കുന്ന സമയത്ത് കേരളത്തിൽ 8 പേരെ വെടിവെച്ചു കൊന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്ന് മാത്രമല്ല, നമുക്കറിയാം അലൻ്റെയും താഹയുടെയും വിഷയം, അത് UAPA കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അത് വെറും പോലീസിന്റെ വിഷയം മാത്രമല്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പുറകിൽ ഒരുപാട് അലഞ്ഞിട്ടാണ് ആ കുട്ടികൾക്ക് പിന്നീട് മോചനം സാധ്യമാവുന്നതും. അതിലെ ഇടതുപക്ഷ നേതാക്കൾ തന്നെ അങ്കലാപ്പിലായിട്ട് പ്രതികരണങ്ങൾ നടത്തുകയും ഇതിനുവേണ്ടി ശ്രമിക്കുകയും പരസ്യമായിട്ട് തന്നെ അതിനെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് രൂപേഷിന്റെ ഒരു വിഷയം. മറ്റൊരിടത്ത് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വലുതായിട്ട് വാദിക്കുകയും ഒരു നോവൽ എഴുതിയ രൂപേഷിൻ്റെ ആ നോവലിനകത്ത് നോവലിൻ്റെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ നമുക്ക് ചർച്ച വേറെ നടത്താവുന്നതാണ്. പക്ഷേ അതിൽ UAPA എലമെൻ്റ് ഉണ്ടോ എന്ന രീതിയിലുള്ളൊരു സ്കൂട്ടിനി നടത്താൻ ഒരു സർക്കാർ തയ്യാറാവുന്നു എന്ന് പറയുന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയം. അതൊരു നയപരമായിട്ടുള്ള ഒരു ഇടതുപക്ഷ സർക്കാർ കൈക്കൊള്ളേണ്ട, പിന്തുടരേണ്ട നയമല്ല എന്നുള്ളത്. അത് ഈ അധികാരം എങ്ങനെയാണ് ഒരു പോലീസ് സേനയെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, പോലീസിൻ്റെ മനോവീര്യം തകർക്കരുത് എന്ന് ഈ ഡാറ്റ മുഴുവൻ മുന്നിൽ നിൽക്കുമ്പോഴും, ഇടിയം പോലീസ്, മിന്നൽ പ്രതാപനും പറയുന്ന കക്ഷികളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും കൃത്യമായ അഴിമതിയെക്കുറിച്ചുള്ള പോലീസിൽ ഉൾപ്പെട്ട ആളുകൾ, ഇപ്പോൾ എറണാകുളത്തുണ്ടായ ഒരു സംഭവം 2 വർഷം മുന്നേ, ഗുണ്ടകളുടെ അല്ലെങ്കിൽ അവിടുത്തെ കൊട്ടേഷൻ ഗുണ്ടകളുടെ ഒരു പാർട്ടിക്കകത്ത് നിന്നാണ് റിട്ടയർ ആവാൻ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ
ഈ പോലീസ് ഗുണ്ടകളെ പിടിക്കാനുള്ള ഒരു പോലീസ് സംവിധാനം ചെന്ന് നോക്കുമ്പോൾ ഈ പോലീസുകാരനാണ് ഗുണ്ടകളും കൂടിയിട്ട് ഫോട്ടോ എടുക്കുകയും റിട്ടയർമെന്റ് ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് അയാളെ റിട്ടയർ ചെയ്യുന്ന 4 ദിവസം മാത്രം ബാക്കിയുള്ള സമയത്ത് സസ്പെൻഡ് ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടായത്. അപ്പോൾ പോലീസും ഗുണ്ടകളും തമ്മിലുള്ള നെക്സസിനെ കുറിച്ച് പോസ്റ്റ് ഇടുകയായിരുന്നു ആര് ചെയ്തത്? ഉമേഷിനെ പോലെ ഒരാൾ ചെയ്തത്. അപ്പോൾ അയാൾക്ക് സസ്പെൻഷൻ. ഇത് അതായത് ഒരു പോലീസ് സംവിധാനം എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ട് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതിനെ മുഴുവൻ തകർത്ത് കളയുന്ന രീതിയിലാണ് കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു പോലീസ് സംവിധാനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണ നേട്ടങ്ങളെ പറ്റിയിട്ട്, വികസന നേട്ടങ്ങളെ പറ്റിയിട്ട് ഒക്കെ ഭയങ്കരമായിട്ട് വാചാലരാകുന്ന ആളുകൾ പോലും ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ ശരിയല്ല എന്ന് പറയും. ഇത് രണ്ടൊരാളാണല്ലോ. ഒരു സ്ഥലത്ത് ക്യാപ്റ്റനായിട്ട് ഗംഭീര ഭരണമാണ് എന്ന് പറയുകയും അതേ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് തീർത്തും 100% പരാജയവുമാകുമ്പോൾ ഇത് രണ്ടും ഒരാളാണെന്നുള്ള വസ്തുതയെ മറച്ചു വെച്ചുകൊണ്ട് ആഭ്യന്തര ഭരണത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതർവൈസ് അത് നടക്കില്ലല്ലോ. ഇത് രണ്ടും ഒരാളാണ്, ഒരാളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംഭവമാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആരാണ്? ഇവിടത്തെ ഇടതുപക്ഷ ബോധ്യമാണ് ചോദ്യം ചെയ്യേണ്ടത്. പക്ഷെ ആ ചോദ്യം ചെയ്യപ്പെടാനുള്ള കേപ്പബിലിറ്റി ഭരണകൂടം ഇടതുപക്ഷമായത് കൊണ്ട് തന്നെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ചെക്ക് പോയിന്റ്സ് നടക്കുന്നില്ല, സമരങ്ങൾ നടക്കുന്നില്ല. സമരങ്ങളോടുള്ള സമീപനം എന്താണ്? പോലീസിന്റെ സമീപനം എന്താണ്? ഇതെല്ലാം ചോദിക്കപ്പെടണമെങ്കിലും പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കൊളരുതായ്മകൾ ഇടതുപക്ഷ അണികൾ തന്നെ അല്ലെങ്കിൽ ആ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം. ഈ രൂപേഷിന്റെ നോവലിന്റെ അനുമതി കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് അതിന്റെ പുറകിൽ. അതായത് 2025 ജനുവരി 17 രൂപേഷ് ഈ നോവല് വിയ്യൂരിൽ ജയിൽ അധികൃതർക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ അവരത് വായിച്ചു നോക്കിയിട്ട് പൂജപ്പുരയിലെ ജയിൽ ആസ്ഥാനത്തേക്ക് അയക്കുന്നു, അവിടുന്ന് ആഭ്യന്തര വകുപ്പിലേക്ക് അയക്കുന്നു. അവരൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കണമല്ലോ, പരിശോധിച്ചിട്ടുണ്ടായിരിക്കണം. മുഖ്യമന്ത്രി ഓഫീസിലേക്ക് അയക്കുന്നു. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് തിരിച്ച് തുടർ പരിശോധനയ്ക്ക് പിന്നെ ഇതേ പ്രോസസ്സ് തുടരുകയാണ്. ആഭ്യന്തര വകുപ്പിലേക്ക് അയക്കുന്നു, നിയമവകുപ്പിലേക്ക് അയക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ജൂണിലോ മറ്റുമാണ് അവസാനമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തിരിച്ചെത്തുന്നത് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകം കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദനും അശോകൻ ചെരുവിലിനെ പോലുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അടക്കമുള്ളവർ പരസ്യമായിട്ട് തന്നെ അതിൽ ആ നോവലിന്റെ കണ്ടന്റിൽ അത്തരം നിയമവിരുദ്ധമായിട്ടുള്ള സംഗതികളൊന്നുമില്ല എന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് ഒരു കോണ്ടെക്സ്റ്റാണ് ആ നോവലിനെ സംബന്ധിച്ചുള്ളത്. പക്ഷെ ഇപ്പോ ഒരു വിചിത്രമായിട്ടൊരു വാദം. ഇപ്പോ രൂപേഷ് നിരാഹാരം നടത്തിയിട്ട് ജയിൽ വകുപ്പ് മേധാവി തന്നെയാണ്, അയാളുടെ പ്രതിനിധിയാണ് വന്നിട്ട് ഉറപ്പൊക്കെ കൊടുത്ത ഒരു നീതി നിഷേധമുണ്ട് രൂപേഷിന് മേല്. രൂപേഷ് ഹൈക്കോടതിയിൽ പോയപ്പോ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ പോയപ്പോ സർക്കാർ നൽകിയിരിക്കുന്ന ഒരു മറുപടി കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു UAPA തടവുകാരൻ രചിച്ച നോവൽ എന്നുള്ള രീതിയിൽ UAPA നിയമവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കുറ്റകൃത്യം ഇതിന്റെ പ്രമേയത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ. അതായത് നമ്മൾ കേട്ടിട്ടില്ല ഒരു UAPA തടവുകാരനായിട്ടുള്ള നോവലിസ്റ്റ് എന്നുള്ള നോവലിസ്റ്റ് ഇല്ലല്ലോ. നോവലിസ്റ്റിന്റെ ഐഡന്റിറ്റിയെ UAPAയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് ചലച്ചിത്രമേളയില് സിനിമകൾ നിരോധിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ ഏകാധിപത്യപരമായിട്ടുള്ള നടപടിയാണ് സെൻസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ അതിലും ഇരട്ടത്താപ്പുണ്ട്. കാരണം നിരോധിച്ച കേന്ദ്ര സർക്കാർ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെങ്കിലും 6 സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. 6 സിനിമകളുടെ നിരോധനം തുടരുകയാണ് എന്ന് മാത്രമല്ല ദേശീയതയെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പ്രഖ്യാപനമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള റസൂൽ പൂക്കുട്ടി ഉന്നയിച്ചത്. മറ്റൊരാളായിരുന്നുവെങ്കിൽ, മറ്റൊരു സർക്കാരിന്റെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്നുവെങ്കിൽ ഇതായിരുന്നോ കേരളത്തിലെ അവസ്ഥ എന്നുള്ളതും കൂടി ആലോചിക്കണം. ഈ കേരള പോലീസിലെ വനിതകളുടെ പ്രാതിനിധ്യം അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതായത് കേരളം സ്ത്രീ പുരുഷ അനുപാതം പ്രകാരം 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ അങ്ങനെയാണ് ഏകദേശം കണക്കെന്ന് തോന്നുന്നു. അപ്പൊ അത്രയുള്ള ഒരു സമയത്ത് ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് 15% വനിതാ പോലീസുകാരെ സേനയിൽ വെക്കും എന്നായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ 2023 മറ്റുമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് ബറ്റാലിയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇത് 25% ആക്കുമെന്നാണ്. പക്ഷെ അതിന്റെ ഒരു കണക്കുകൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് 2023 പുറത്തു വന്ന കണക്കുകൾ പ്രകാരം കേരളത്തിൽ 549 പോലീസ് സ്റ്റേഷനുകളാണുള്ളത്. സേനയുടെ അംഗബലം 56,620 ആണ്. ഇതിൽ 5000-ൽ താഴെ മാത്രമാണ് വനിതാ പ്രാതിനിധ്യം.
അതായത് DYSP റാങ്ക് മുതൽ താഴോട്ട് പോലീസ് സേനയിലുള്ളവരുടെ അംഗബലം നോക്കിയാൽ അത് 50,051 ഇതില് 45,713 പുരുഷന്മാരും 4,338 വനിതകളും മാത്രമാണുള്ളത്. DYSP റാങ്കിലുള്ള പോലീസുകാരുടെ കണക്ക് 289 പുരുഷന്മാരുടെ അടുത്ത് ഒരൊറ്റ DYSP 2023 കണക്കാണ്. ഒരൊറ്റ DYSP മാത്രമാണ് വനിതാ DYSP ഉള്ളത്. അത് നോക്കുകയാണെങ്കിൽ 0.34 DYSP റാങ്കിലുള്ളത് 0.34%. മറ്റത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10% എത്തുന്നുള്ളൂ. അതായത് 5 വർഷം മുമ്പ് പ്രകടന പത്രികയിൽ 15% പറഞ്ഞെടുത്ത് 10% പോലും ഇപ്പോഴും കൃത്യമായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വനിത. ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇത്തരം സ്ത്രീകളുടെ കേസുകൾ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ അത്തരം കേസുകൾ ഒഴിവാക്കുന്ന സാഹചര്യവും, അതുപോലെ അത് ഹാൻഡിൽ ചെയ്യാത്ത രീതിയിൽ അത് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാത്ത സാഹചര്യവും ഈ വനിതാ പ്രാതിനിധ്യത്തിന്റെ കുറവ് ഉള്ളത് കൊണ്ട് തന്നെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ വലിയൊരു സമരം തിരുവനന്തപുരത്ത് നടന്നിരുന്നു. അതായത് ഏകദേശം 506 റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ 574 മറ്റോ ആളുകളെ എടുക്കാൻ ബാക്കി നിൽക്കെ നിയമനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതെ, അതായത് ഇത് കൂട്ടുമെന്ന് പലതവണ പറഞ്ഞിട്ടുള്ള ഒരു സർക്കാർ തന്നെയാണ് ഈ ലിസ്റ്റ് റദ്ദാക്കി അത്രയും പേരെ നിയമിക്കാതെ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോൾ 2-3 തരത്തിലുള്ള പോലീസുമായി ബന്ധപ്പെട്ട 2-3 സ്ത്രീകളുടെ കാര്യവും കൂടെ പറയാമെന്ന് വിചാരിക്കുന്നത്. ഒന്ന്, നമുക്കെല്ലാം ഓർമ്മയുള്ളൊരു കേസാണ്. തിരുവനന്തപുരത്ത് ഒരു പോലീസുകാരിയുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട സമയത്ത് ഉടനടി മുമ്പിൽ കണ്ട ഒരു അച്ഛനെയും മകളെയും പ്രതിയാക്കിക്കൊണ്ട് ആ പോലീസുകാരി ചിത്രീകരിച്ച ഒരു സംഭവം. അത് പോലീസിൻ്റെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമുണ്ട്, അധികാരത്തിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. എങ്ങനെയാണ് ജാതി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. മുന്നിൽ കണ്ട രൂപത്തിൽ ദരിദ്രരായ മനുഷ്യരെ ഉടനടി മോഷ്ടാക്കളായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു ത്വര സമൂഹത്തിൽ എങ്ങനെയാണോ നിലനിൽക്കുന്നത് അത് തന്നെ പോലീസിലും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായിരുന്നു ആ സംഭവം. എന്നിട്ട് അവർക്ക് പിന്നീട് നഷ്ടപരിഹാരം കൊടുക്കേണ്ട സംഭവം എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ അടുത്തുണ്ടായിട്ടുള്ള ഒരു വീട്ടുവേലക്കാരിയായിട്ടുള്ള ബിന്ദുവിൻ്റെ കഥ. ഒരു മാലമോഷണ കേസിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഇവരുടെ അതിലും കൃത്യമായി വർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ്? ജാതി തന്നെയാണ്. ആ ജാതി പോലീസ് സ്റ്റേഷനിലും ആ പോലീസുകാർ എങ്ങനെയാണ് ആ സ്ത്രീയോട് വെള്ളം പോലും കൊടുക്കാതെ രാത്രി മുഴുവൻ പിടിച്ചിരുത്തിക്കൊണ്ട് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറിയതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണോ വീട്ടുകാർ, സമൂഹം എങ്ങനെ പെരുമാറിയത്, അതുപോലെ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലും ഒരു ദരിദ്രയായ ദളിതയായ ഒരു സ്ത്രീക്ക് വിവേചനം നേരിടേണ്ടി വന്നെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് കസ്റ്റോഡിയൽ ഡെത്തിൻ്റെ കാര്യം. അത് നമ്മൾ പറയാതെ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ കാലത്ത് 16ഓളം കസ്റ്റോഡിയൽ ഡെത്താണ് നടന്നിട്ടുള്ളത്. കസ്റ്റോഡിയൽ ഡെത്തുകൾ അന്വേഷിക്കേണ്ടത് മജിസ്ട്രേറ്റ് തലത്തിൽ അന്വേഷണം നടക്കണമെന്നാണ് നിയമമെങ്കിലും അങ്ങനെ ഒരു സുപ്രീം കോടതി നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് കേരളത്തിൽ ഇതുവരെ ആ രീതിയിൽ പ്രയോഗിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അതൊരു നയപരമായിട്ടുള്ള സമീപനം. എന്തുകൊണ്ടാണ് ആ തരത്തിലുള്ള അന്വേഷണം നടക്കാത്തത് എന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്കറിയാം ഉദയകുമാറിൻ്റെ വിഷയം. ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് ഉദയകുമാർ അവർക്ക് കൊടുത്ത വധശിക്ഷ പോലും റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പോലും തെളിവ് കൃത്യമായിട്ടില്ല എന്ന രീതിയിൽ ഉത്തരവ് വന്നിട്ടുണ്ട്. അതിൽ പ്രോസിക്യൂഷൻ കൃത്യമായി തെളിവ് ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളൊരു കോടതി പരാമർശവും ആ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ രാജ്കുമാർ, ശ്രീജിത്ത്, നമുക്ക് ഈ കസ്റ്റോഡിയൽ ഡെത്തിന് വിധേയരായിട്ടുള്ള പോലീസ് ഇടിച്ചു കൊന്നിട്ടുള്ള മനുഷ്യരുടെ ഒരു സാമൂഹിക നില നോക്കുന്ന സമയത്ത് അത് ദരിദ്രരാണ്, ജാതീയമായി ദളിതരാണ്, ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആൾക്കൂട്ടക്കൊലയുണ്ട്. അതിനും ഇതിനുമൊക്കെ നമുക്ക് ആരോപിക്കാവുന്ന ഏതാണ്ട് സമാനമായൊരു സാഹചര്യമുണ്ട്. ആൾക്കൂട്ടക്കൊലയിൽ മുഖമില്ലാത്ത മനുഷ്യർ ആൾക്കൂട്ടക്കൊല കൃത്യമായ നടപടി എടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു സംഗതിയുണ്ട്. ആൾക്കൂട്ടക്കൊലയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഈ അടുത്ത കാലത്താണ് ആൾക്കൂട്ടക്കൊല കൃത്യമായിട്ട് അതിൻ്റെ നിർവചനം മാറിയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. അതിനു മുമ്പ് ആൾക്കൂട്ടക്കൊലകൾക്ക് ഒരു സാമൂഹിക പരിരക്ഷണം കിട്ടിയിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലും അത് തന്നെയാണ് സംഭവിക്കും. ഉരുട്ടിക്കൊല നടത്തുന്ന മനുഷ്യർ, അല്ലാത്ത അതായത് സാമൂഹിക നിലയിൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യർ ഒരേ സമയം കൊല്ലപ്പെടുന്ന സമയത്ത് ഈ വർഗത്തിൽ മേലെ നിൽക്കുന്ന ആളുകൾ വളരെ കൂളായിട്ട് ഇതിനകത്ത് നിന്നും ഊരിപ്പോകുന്നൊരു സംഗതിയും കൂടെ റിയാലിറ്റിയും കൂടിയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിനൊരു പ്രയാസം നേരിടുന്നില്ല. ഈ പോലീസുകാരായിട്ടുള്ള നെക്സസ്, രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള നെക്സസ്, അതിലേക്ക് ഈ പൗരപ്രമുഖർക്ക് അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള മനുഷ്യർക്ക് അവർക്കെല്ലാം ആക്സസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന മനുഷ്യരെല്ലാം ഒരേ സമയം പോലീസ് സ്റ്റേഷനുകളിൽ കൊല്ലപ്പെടുകയോ ഇടികിട്ടുകയോ അതൊന്നും രേഖപ്പെടുത്താതെ പോവുകയോ അതിൻ്റെ CCTV ദൃശ്യം
ദൃശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരികയോ ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള ഒരു വിവേചന വംശീയതയുടെ സ്വഭാവം അതിനുണ്ട്. പോലീസുകാർക്ക് ജനങ്ങളോടുള്ള സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. മനുഷ്യൻ്റെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, മനുഷ്യൻ്റെ അന്തസ്സ് എന്ന് പറയുന്ന ഒരു മൗലിക അവകാശം, അതുകൊണ്ട് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശം, അത് ഈ പോലീസ് സ്റ്റേഷനുകളിൽ അധികാരത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ ഒരു പ്രതിരൂപം എന്ന് പറയാവുന്ന പോലീസ് സ്റ്റേഷനുകൾ വഴി തന്നെ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം പോലീസ് സേനയ്ക്ക് അകത്തുള്ള ജനാധിപത്യം എന്ന് പറയുന്ന സംഗതി ഇല്ല എന്നുള്ളത് വേണം നമുക്ക് ഈ കണക്കുകളൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കാം. ഈ രാംനാരായണന്റെ ആൾക്കൂട്ടക്കൊലയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു സമ്മർദ്ദം ഉയർന്നിരുന്നില്ല എങ്കിൽ വളരെ ആ ഒരു ചർച്ച പോലെ ആവാൻ ഇപ്പൊ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന ഇതുപോലെയുള്ള സമാനമായിട്ട് സംഭവങ്ങൾക്കെതിരെ കേരളീയ സമൂഹം വളരെ രോഷാകുലമായിട്ട് പ്രതികരിക്കാറൊക്കെയുണ്ട്. അത്തരം പ്രതികരണമാണോ നമ്മുടെ ഈ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്? ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള FIR എന്ന് പറഞ്ഞ് വളരെ പ്രാഥമികമായിട്ടുള്ള കുറ്റാരോപണങ്ങളുള്ള വകുപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് SC/ST അട്രോസിറ്റീസ് ആക്ടും അതുപോലുള്ള ആൾക്കൂട്ട എലമെന്റ് ഒക്കെ വരുന്നത്. അതല്ല, അപ്പോഴേക്കും ഈ മൊബൈൽ ഫോൺ ഇതൊക്കെ അതിന്റെ തെളിവുകളൊക്കെ കുറ്റവാളികള് കേരളം വിട്ട് പോകാനൊക്കെയുള്ള സാഹചര്യം ഒരുക്കിയതിനു ശേഷമാണ് ഈ കേസ് ഈ രീതിയിൽ എടുക്കുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ഈ വംശീയത എന്നുള്ള സംഭവം പറഞ്ഞല്ലോ, ഈ പോലീസ് സംവിധാനത്തിനോടുള്ള ഇടതുപക്ഷ മൂല്യങ്ങൾ ചോർന്നു പോകുന്നതിനോടൊപ്പം തന്നെ സംഘപരിവാർ വൽക്കരണം ഉറപ്പായിട്ടും വളരെ ശക്തമായിട്ട് പോലീസ് സേനയിൽ സംഭവിക്കുന്നതായിട്ട് ഈ ഇതുപോലുള്ള മനോഭാവങ്ങളിൽ നിന്നുള്ള പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അരുന്ധതി റോയുടെ ഒരു നിരീക്ഷണമുണ്ട്. അതായത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു വർഗീയ കലാപം നടക്കുകയാണെങ്കിൽ, അതുപോലെ ഇതുപോലത്തെ ആൾക്കൂട്ട സാധനങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്തിപ്പെടാൻ പോലീസിന് 1 മണിക്കൂർ പോലും വേണ്ട എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ മധുവിൻ്റെ വിഷയത്തിലും 4 മണിക്കൂറിന് ശേഷമാണ് പോലീസ് അവിടെ എത്തിപ്പെടുന്നതും പോലീസിൻ്റെ വണ്ടിയിൽ ഇയാളെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് രാംനാരായണൻ്റെ കേസിലുണ്ടായ ഈ ആൾക്കൂട്ടം ഇയാളെ അടിച്ച് വഴിയിൽ ഇട്ടതിന് ശേഷം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു പോലീസ് ഇൻഫർമേഷൻ കിട്ടി അവിടത്തേക്ക് എത്താൻ. എന്തുകൊണ്ട് എത്തിയില്ലെന്ന് വെച്ചാൽ എക്യുപ്ഡ് ആണ്. അതിൽ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം, പോലീസ് സ്റ്റേഷനിൽ ആളില്ലാത്ത കാരണം ഉണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനൊരു സംഭവം അറിയാതെ പോകുന്നു എന്നുള്ളത്, അങ്ങനെ അറിയാതെ പോകാൻ പാടുള്ളതല്ല കേരളത്തിലെ ഒരു പോലീസിൻ്റെ സംവിധാനം എന്നുള്ള. ആരെങ്കിലും അറിയേണ്ടത്, രാഷ്ട്രീയ പാർട്ടികൾ അറിയേണ്ടതാണ്, അല്ലെങ്കിൽ പൊതുജനം അറിയേണ്ടതാണ്. ആ ജാഗ്രത ഇല്ലാതായി പോയതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, ജാതീയമായ കാരണങ്ങളുണ്ട്, സാമൂഹികമായിട്ടുള്ള കാരണങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒരു ഭരണകൂടം അതിൻ്റെ പൗരരെ ഇങ്ങനെ തട്ടുതട്ടായിട്ട് കാണുന്നതിൻ്റെ ഒരു വലിയ വിഷയം ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതുപോലെ ഈ കേന്ദ്ര സർക്കാരിനോട് ഐഡിയോളജിക്കലായിട്ട്, ഭരണകൂടത്തിനോട് തന്നെ ഐഡിയോളജിക്കലായിട്ട് പലതരത്തിലും വിയോജിപ്പ് പ്രകടിപ്പിക്കാറുള്ള സംസ്ഥാന സർക്കാർ തന്നെ. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ പോലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ടിങ്ങിന്റെയും നയപരമായിട്ടുള്ള തുടർച്ചകളുടെയൊക്കെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള എതിർപ്പും UAPA വിഷയം, മാവോയിസ്റ്റുകളൊക്കെ വേട്ടയാടാനുള്ള ഫണ്ട് സ്വീകരിക്കുന്നതിൽ കേരളം അങ്ങനെയുള്ളൊരു മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനമാണെന്ന് ആരും പറയില്ല. അപ്പൊ അത് വളരെ ഒട്ടും മടിയില്ലാതെ നിരവധി ചരടുകളുള്ള ഫണ്ട്, നിരവധി താല്പര്യങ്ങളുള്ള ഫണ്ട് ഒരു മടിയും കൂടാതെ ഈ ഇടതുപക്ഷ സർക്കാരടക്കം സ്വീകരിക്കുകയും, അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ സംസ്ഥാന പോലീസ് സേന എന്നുള്ളത് തന്നെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഈ സംഘപരിവാരവൽക്കരണത്തിന്റെ അതിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം മാത്രമല്ല, നയപരമായി തന്നെ ഐഡിയോളജിക്കലായിട്ട് തന്നെ ഈ സംഘപരിവാറിന് ഹൈജാക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനമായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള അതിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. സുപ്രീം കോടതിയുടെ ഒരു കൗതുകകരമായിട്ടുള്ള നിരീക്ഷണമാണ് 94 നടത്തിയതാണ്. പക്ഷെ അതിപ്പോഴും റെലവൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. ഇന്ത്യയിൽ 60% അറസ്റ്റും അനാവശ്യമോ അന്യായമോ ആണെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം കേസുകൾ കോടതിയിൽ വരുമ്പോൾ പിന്നീട് അത് തള്ളിപ്പോവൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡാറ്റ അത് 60%, പകുതിയിലേറെ കേസുകളും അന്യായമോ അനാവശ്യമോ ആണെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന മനുഷ്യരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യാന്തസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് എത്ര ഗ്രേവായിട്ടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്.